ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മിക്കവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1/2 കിലോ പച്ചരി നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിയ ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. അതിനുവേണ്ടി 1/2 കിലോ ശർക്കര എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഉടച്ചിട്ട് ഉരുക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും. ഉരുക്കുന്നതിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത് തിളച്ച ഉടനെ തന്നെ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഊറ്റി വെച്ചിരിക്കുന്ന അരി മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 5 ഏലക്കയുടെ അരിയും കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെ വേണം പൊടിക്കേണ്ടത്. ഇതേപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നല്ലപോലെ പഴുത്ത 6 പാളയത്തോടം പഴം കൂടെ ചേർക്കാം. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ മുറിച്ച് ചേർത്തന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവാണ് ചേർക്കുന്നത്. നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അരിച്ചു വെച്ചതും കൂടെ ചേർക്കാം. ശർക്കര ഉരുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ചൂടോടുകൂടി തന്നെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുമുണ്ട്. ചൂടോടെ അരയ്ക്കാൻ ഒഴിക്കരുത്, തണുത്ത ശേഷം ഒഴിക്കാവൂ. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. അരിപ്പൊടി ഇങ്ങനെ കട്ടിയായിട്ട് കിടന്നുകൊണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അതുപോലെ അരി ആദ്യം പൊടിക്കണമെന്നുമില്ല, ഒന്നിച്ചിട്ടാലും നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു പാകത്തിൽ ചെറിയ തരിയോടെ കൂടി അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ മാവ് കുതിർക്കുന്നതിന് വേണ്ടി 6 മണിക്കൂർ വയ്ക്കാം. ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് 6 മണിക്കൂർ വയ്ക്കുന്നത്. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ 5 മണിക്കൂർ വെച്ചാൽ മതി. ഇപ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളും ജീരകമൊക്കെ വറുത്ത് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ജീരകം 1/2 ടേബിൾ സ്പൂൺ, അത്രയും തന്നെ എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് പൊരിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ളി ഉപ്പും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ല സ്വാദ്. അതിൻ്റെ കൂടെ നെയ്യ് ചേർത്ത് അതിൽ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ മാവ് ഒഴിക്കുമ്പോൾ 3/4 ഭാഗം വരെ ഒഴിക്കാവും, നിറച്ചൊഴിക്കരുത്. എണ്ണ നല്ല ചൂടായിട്ട് വേണം ഒഴിക്കേണ്ടുന്നത്. ഒഴിച്ച ഉടനെ തന്നെ മീഡിയം ഫ്ലെയിം ആക്കി വെക്കുകയും ചെയ്യണം. അടിഭാഗം ഒരു ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുമ്പോൾ മറിച്ചിടാം. ഈ പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിടാം. ശരിക്കുള്ള പാകത്തിന് മാവ് പുളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് വെടിച്ച് കീറുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ല ഉരുണ്ടുരുണ്ട് വന്നിട്ടുണ്ട്, സോഫ്റ്റായിട്ടുമുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം. ഉണ്ണിയപ്പം ഇതുപോലെ മൂപ്പിച്ചെടുക്കണം, ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ. ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷം നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ലാസ്റ്റിലത്തെ നമ്മൾ വെളിച്ചെണ്ണ ആദ്യം ഒരു പ്രാവശ്യം ഒഴിച്ചതേ ഉള്ളൂ. വളരെ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ടുള്ളൂ. നല്ല മയവും രുചിയുള്ള ഈ ഉണ്ണിയപ്പം നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.